എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡോക്ടർ ലാസിമയുടെ കൂടെ ഈ വൈബ്സ് വിത്ത് ന്യൂട്രി ഡോക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. പ്രസവശേഷമുള്ള ശുശ്രൂഷകളുടെ മിത്സ് ആൻഡ് ഫാക്ട് നമുക്കൊന്ന് ക്രാക്ക് ചെയ്യാം. വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പാലുണ്ടാവാത്തതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് ആയിരുന്നു. പിന്നെ കോമൺ ആയിട്ട് ഡെലിവറി കഴിഞ്ഞവർ ഫേസ് ചെയ്യണ മറ്റൊരു കാര്യമാണ് പാലിൻ്റെ കൺസിസ്റ്റൻസി. വെള്ളം പോലത്തെ പാലാണ്, കുട്ടിക്ക് വയറ് നിറയില്ല, കുട്ടി തടിക്കാത്തത് നിൻ്റെ പാല് വെള്ളം പോലെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിൻ്റെ പാലിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായതുകൊണ്ടാണ് കുട്ടി പാല് കുടിക്കാത്തത്. അങ്ങനെ പല പ്രോബ്ലംസും ഈ ഒരു പാല് കൊടുക്കുന്ന അമ്മ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി വെള്ളം പോലത്തെ പാലിൻ്റെ ക്വാണ്ടിറ്റി or ക്വാളിറ്റീനെ കുറിച്ച് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? അതായത് ഇനീഷ്യൽ ഡേയ്സിൽ ഒരു പേഷ്യൻറ്റിൻ്റെ പ്രസവശേഷം ആദ്യത്തെ 3 ദിവസം ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആദ്യം ഡ്രോപ്പായി 5 ml ആയി, പിന്നെ 10 ml ആയി, അത് കൂടി വരും തോറും അതിൻ്റെ കൺസിസ്റ്റൻസി കാണുമ്പോൾ തന്നെ വ്യത്യാസം ഉണ്ടാവും. കളറിലും കൊളസ്ട്രോം ആണെങ്കിൽ ഇപ്പോൾ ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും ഉണ്ടാവുക. പിന്നെ അതിനോട് അനുബന്ധിച്ച് വരുന്ന പാല് കൺസിസ്റ്റൻസി കുറച്ച് തിക്ക് ആവണമെന്നില്ല. ഒരു പക്ഷേ അത് ഫ്ലൂയിഡ് വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാം. അല്ല, കളർ ലൈറ്റ് കളറാണ്, ഇത് പാലാണോ എന്ന് ചോദിച്ച പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് വരെയുണ്ട്. ഇത് പാലൊന്നല്ല, വേറെ എന്തോ ആണ്, വേറെ എന്തോ ഡിസ്ചാർജ് ആണ് എന്ന് പറഞ്ഞവർ വരെയുണ്ട്. അപ്പോൾ അതങ്ങനെയല്ല, അത് പോകെ പോകെ ഉണ്ണിയുടെ കുടിക്കും തോറും അത് പിന്നീട് കൂടി അതിൻ്റെ തിക്നെസ്സും കൂടി വരികയാണ് ചെയ്യുക. പാലിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയാം, ഇത് മിൽക്കിൻ്റെ കോമ്പോസിഷൻ തന്നെ ഒരു 80% അബവ് വാട്ടർ ആണുള്ളത്. പിന്നെ അതിൽ ബാക്കിയുള്ള കണ്ടൻസ് ആണ് നമ്മൾ പറയുന്ന പ്രോട്ടീൻസും ഉള്ളത്. അപ്പോൾ ഇപ്പോൾ പാല് വെള്ളമാണെന്ന് പറഞ്ഞാൽ പാല് അധികം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം തന്നെയാണ്. പക്ഷെ അത് എന്താ പറയുക, ഫോം മിൽക്കിൽ ഇപ്പം ഉണ്ടാകുന്ന പ്രോട്ടീൻസ് കിട്ടണമെങ്കിൽ ഫോം മിൽക്ക് അല്ല, പിന്നീട് ശേഷമുള്ള, അതായത് ഇപ്പോൾ ഒരു 20 ഫോർ മിൽക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഉണ്ണി ഫസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മിൽക്കിനെയാണ് ഫോർ മിൽക്ക് എന്ന് പറയുന്നത്. അതിലധികം വാട്ടറി ആയിരിക്കും തോന്നുന്നുണ്ടാവും. ലാസ്റ്റ് നമ്മൾ ബേബി സക്ക് ചെയ്തൊരു ഫൈനലിലേക്ക് എത്തുമ്പോൾ കിട്ടുന്നതാണ് ഹൈൻ മിൽക്ക്. അപ്പോൾ ഈ ഫൈനൽ എത്തുമ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, അത് എത്ര നേരം കൊണ്ടാണ്? അത് ഡിപ്പെൻസ് ആണ്. ഒരു ബേബി 20 minutes കുടിക്കാം. ചില ബേബിയുടെ സൈക്കിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബേബിനെ 2 hours ഫീഡ് ചെയ്യൂ എന്ന് പറയുമ്പോൾ വരെയും അതിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്. ചില ബേബീസ് 10 minutes കൂടുമ്പോൾ ഓൺ ഡിമാൻഡ് കൊടുക്കേണ്ടി വരുന്ന കേസസ് ഉണ്ട്. അപ്പോഴും പേഷ്യൻസിന് കൺഫ്യൂഷനാണ്, അപ്പം ഇങ്ങനെ കൊടുക്കണ്ടേ, ഇത് പ്രശ്നമാണ്. അപ്പോൾ ആ കുട്ടിയുടെ സക്കിങ് റിഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവർക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം. അതെ, ഗ്രോത്തിന്റെ പല സ്റ്റേജിലും ചിലപ്പോൾ ബേബി ക്ലസ്റ്റർ ഫീഡിങ് ആയിരിക്കാം. എന്താണ് ക്ലസ്റ്റർ ഫീഡിങ്? അതായത് 10 minute കൂടെ പാല് കുടിക്കുന്ന ഒരവസ്ഥ. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ ബുക്സിൽ തിയറി പഠിച്ചിട്ട് പറഞ്ഞു കൊടുത്ത പോലെ ആവണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാ ബേബീസിനും ഒരേ പാറ്റേൺ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് 2 hours ചിലപ്പോൾ 10 minutes കൂടുമ്പോൾ കൊടുക്കേണ്ടി വരും. അതാണ് ക്ലസ്റ്റർ ഫീഡിങ്. അതായത് 10 minute കുടിച്ച് ബേബി ഒന്ന് കാം ഡൗൺ ആയി, വീണ്ടും ഡിമാൻഡ് ചെയ്യും, 10 minutes കുടിച്ചു, പിന്നെയും. അത് ചിലപ്പോൾ അതൊരു കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റിൽ ആവും, ബേബി ഓൺ ട്രാക്ക് ആവും. പിന്നെ അപ്പോൾ ഈ 10 minute കുടിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ, അപ്പോൾ 20 minutes ആണ് കഴിയുമ്പോഴാണ് ഈ ഫാറ്റ് കണ്ടന്റ് ഉള്ള മിൽക്ക് കിട്ടണമെന്നും ഡോക്ടർ പറഞ്ഞു. അതായത് ഹൈൻ മിൽക്ക് കിട്ടണം. 20 minutes ആണ് നോർമൽ പാറ്റേൺ പറയും. പക്ഷെ അത് എല്ലാ ബേബീസിനും വർക്കൗട്ട് ആവണം എന്നില്ല, എല്ലാ ബേബീസും അങ്ങനെ കുടിക്കണമെന്നില്ല. പക്ഷെ അത് ഇപ്പോൾ 10 minutes ആണെങ്കിലും ആ ബേബീസിന് അത് കിട്ടുന്നുണ്ടാവും. അവരുടെ സക്കിങ് പാറ്റേൺ തന്നെ വേറെ ആയിരിക്കും, മനസ്സിലായോ? അപ്പോൾ അത് അവർക്ക് എന്തായാലും കിട്ടും. നെക്സ്റ്റ് 10 minutes അവരത് ഫീഡ് ചെയ്യുന്നുണ്ടാവും, പിന്നെയും ഫീഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും അവർക്ക് ആവശ്യമുള്ളത് അവരെന്തായാലും കിട്ടും. നമ്മൾ ഇത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഡോക്ടർ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഒരു ബ്രസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് സൈഡിൽ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷം ഒരു 10 minutes കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റി ഫീഡ് ചെയ്യണം. ഫ്രീക്വൻ്റ് ആയിട്ട് കുട്ടിയെ ഫോഴ്സ്ഫുള്ളി പുൾ ഔട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യണ ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ട്. ഒരു ബ്രസ്റ്റ് കൊടുത്തത് മതി എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പാറ്റേൺ കറക്റ്റ് ആണോ? അല്ലല്ല, അത് തെറ്റാണ്. അതൊരു മിത്താണെന്ന് തന്നെ പറയാം. കാരണം ഒരു സൈഡ് കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ അവരെ വലിച്ച് അടുത്തതിലേക്ക് മാറ്റേണ്ട ആവശ്യമില്ല. അത് 20 minutes ഫീഡ് ചെയ്ത് അത് നമുക്ക് ഉണ്ണി നിറഞ്ഞു എന്നുണ്ട് അവരെ ഫീഡിങ്ങിന്റെ റിഫ്ലക്സിനെ സ്ലോ ഡൗൺ ചെയ്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഫീഡ് ചെയ്ത് ഇങ്ങനെ ക്ലിങ് ചെയ്ത് ഉറങ്ങണ കുട്ടികളെ കാണാറുണ്ട് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്ത്. അതായത് കോണ്ടാക്ട് നാപ്പിംഗ് ആയിരിക്കും അത്. അതും നമ്മുടെ പേഷ്യൻസ്, അതായത് പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥയാണ്. കോണ്ടാക്ട് നാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബീസ് ചില സമയത്ത് കരയുന്നത് പാലിനായിരിക്കണം എന്നില്ല. പക്ഷെ അവർക്ക് അമ്മയുടെ കൂടെ കിടക്കാൻ, അതായത് അമ്മേനെ മാത്രമേ അറിയൂ, ആ ടച്ച് ഫീൽ ചെയ്യാൻ ചിലപ്പോൾ ബ്രസ്റ്റിൽ തലവെച്ച് ഉറങ്ങുന്ന മക്കളൊക്കെ കണ്ടിട്ടില്ലേ. അതായത് അവർ ആ കോണ്ടാക്റ്റിന് വേണ്ടി മാത്രം
കരയുന്നത്. അത് അവർ കുടിക്കുകയല്ല എന്ന് മനസ്സിലാക്കണം. മനസ്സിലാക്കുക. ചിലപ്പോൾ നമ്മൾ കംഫർട്ട് സോണിൽ കിടത്തി കഴിഞ്ഞാൽ അവർ നന്നായിട്ട് ഉറങ്ങും. അല്ലാതെ വെറുതെ പാലില്ലാതെ കരയാണ്, അയ്യോ പാല് കിട്ടാതെ കുട്ടി വീണ്ടും അങ്ങനെയല്ല. അവരെ ശരിക്കും 45 ഡിഗ്രി നമ്മുടെ നെഞ്ചിൽ തന്നെ ഇപ്പോൾ സ്കിൻ ടു സ്കിൻ ചെയ്യുന്ന പോലെ നമ്മളിപ്പോൾ IP പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് അവരോട് കിടന്നിട്ട് 45 ഡിഗ്രിയിൽ കിടക്കാൻ പറയും. എന്നിട്ട് ബേബിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നെഞ്ചിൽ തന്നെ കിടത്താൻ പറയും. ഹാർട്ട് ബീറ്റ് കിട്ടാൻ. അതെ, അപ്പോൾ അവർ നന്നായിട്ട് ഉറങ്ങും. ഇതാണ് കോണ്ടാക്ട് നാപ്പിംഗ്. അല്ലാതെ അതൊരിക്കലും പാലില്ലാത്തത് കൊണ്ടല്ല. കുട്ടികൾ തടിക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് ചെയ്യണ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ കുട്ടിയെ ഫീഡ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് വരുന്നത് ഫോർ മിൽക്കാണ്. ലേറ്റർ ഓൺ മാത്രമേ ഹൈൻ മിൽക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹൈൻ മിൽക്ക് കിട്ടണമെങ്കിൽ കുട്ടിയുടെ ഫീഡിങ് കംപ്ലീറ്റ് ആവണം. നിങ്ങൾ ഫീഡിങ്ങിൻ്റെ ഇടയിൽ വെച്ച് കുട്ടിയെ ഡിസ്ട്രപ്റ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യുക എന്നുള്ള ആ ഒരു പ്രൊസീജിയർ നിർത്തിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടിയെ ഫീഡ് ചെയ്യാൻ അനുവദിക്കണം. ആദ്യത്തിൽ ഇപ്പോൾ ഫോർ മിൽക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അത്ര തന്നെ ഫ്ലോ ഫൈനലി ഉണ്ടാവണം എന്നില്ല. അപ്പം നമ്മൾ മിസ്കൺസെപ്റ്റ് ആണ്, അതായത് പാല് തീർന്നു അടുത്ത് കൊടുക്കാം സ്വിച്ച് ഓൺ ചെയ്യാം എന്നുള്ളത്. അത് ചെയ്യരുത്. കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു 20 മിനിറ്റ്സിൽ അവസാനിപ്പിക്കുക. അത് 1 അവറിലേക്കൊന്നും എത്തിക്കരുത് എന്നും പറഞ്ഞിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. അതായത് ഒരു ബ്രസ്റ്റ് തന്നെ കണ്ടിന്യൂസ് ഹാൻഡ് മിൽക്ക് കിട്ടട്ടെ എന്നും പറഞ്ഞിട്ട് അതും എല്ലാവരും ശ്രദ്ധിക്കണേ. ആ പോയിന്റ് നോട്ട് ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തിട്ടും കാര്യമില്ല. അത് 20 മിനിറ്റ്സിൽ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അടുത്തത് കുട്ടി ചിലപ്പോൾ നമുക്ക് നന്നായിട്ട് ബർപ്പ് ചെയ്യാനും നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാനുള്ള ടൈം കിട്ടും. ബർപ്പിങ്ങിന്റെ ഇടയിൽ ബേബിനെ ബർപ്പ് ചെയ്ത് അടുത്തത് കൊടുക്കാം. അപ്പം പിന്നെ ഇത് സെറ്റിലാവും. കുട്ടി സഫീഷ്യന്റ് ആയിട്ട് മിൽക്ക് കിട്ടിയിട്ടും ഉണ്ടാവും. അപ്പോൾ ഒരു ബ്രസ്റ്റ് മിൽക്ക് കുടിച്ചു കഴിഞ്ഞ് നെക്സ്റ്റ് ഫോക്കസ് ചെയ്യുക. ഒരു സമയം ഒന്നാണെങ്കിൽ അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് അടുത്തത് കൊടുക്കുക. അങ്ങനെ മാറി കൊടുക്കാൻ ശ്രമിക്കുക. സോ വ്യൂവേഴ്സ്, ഒരു അമ്മയുടെ പാലിൻ്റെ ക്വാണ്ടിറ്റിയെയും ക്വാളിറ്റിയെയും കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് മാറിയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച് ഡോക്ടർ. താങ്ക് യു. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ് ന്യൂട്രിഡോക് ആൻഡ് സ്റ്റേ ട്യൂൺ.